വാനരന്മാരെ കേറ്റാൻ പോവുകയാണ്. നമ്മുടെ കുത്തപ്പിനാറും ഡേ 2 ആയുള്ളൂ. ഡേ 1 ഒന്നും ചെയ്യാൻ പറ്റും. ഇന്നലെ ഭയങ്കര അലമ്പായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ ഇന്നലെ വ്ളോഗോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. ഇന്ന് പിന്നെ വലിയ സീനില്ല, അലമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും തുറക്കും, സീനൊന്നുമില്ല. അപ്പോൾ ആന്ധ്രാപ്രദേശ് എത്തി. ഹായ് ഗായ്സ്, നമ്മളപ്പം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ലഗേജ് ഒക്കെ എടുക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടി. ഇവിടുന്ന് മെട്രോയിലോട്ട് പോകണം. സാറേ ഞാൻ ഫ്രണ്ടിനെ വിളിച്ചായിരുന്നു. അന്നേരം അവള് പറഞ്ഞ് ഇവിടുന്ന് സാറേ കാലേക്കാളെന്ന് പോകാണ്ട് പറയുന്നത് മെട്രോ എടുത്തോട്ട് നടക്കാൻ പറഞ്ഞു. വിളിക്കാൻ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഇത് കാണിക്കണേ, ഹായ് പറയും. ലഗേജ് പിടിക്കാണ്. ഞങ്ങളങ്ങനെ ഇപ്പം റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ ഒരു ഫ്രണ്ടിലുണ്ട്. മെറിലെ നോക്കണി. ഹായ് ഹായ് ഗായ്സ്, നമ്മളപ്പം ഇങ്ങനെ ഇപ്പം ഇവിടെ ഫുള്ള് മലയാളികളാണ്. ഞങ്ങൾ ഡൽഹി എത്തിയിട്ട് ഇപ്പം ഇവിടെ കൂടെ ആയിരുന്നു സ്റ്റേ. എന്നിട്ട് ഇപ്പം എവിടെയാണ് നമ്മൾ കാണാൻ പോകുന്നത്? ഓ, ഇന്ത്യയിലെ അത് ഏത് കോളേജാ? കോളേജിന്റെ പേര് പറയാൻ. മിർണ്ട ഹൗസോ? ഓക്കെ. ഇതിന് നല്ല കുലുക്കമുണ്ട് കേട്ടോ. കറണ്ട് വണ്ടിയാ? അയ്യോ, ഇന്ത്യയിലെ നമ്പർ 1 കോളേജിലേക്കാണ്. 7 വർഷമായിട്ട് നെർഫ് റാങ്കിങ്ങിൽ ഫസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 കോളേജിലേക്കാണ്. ലേഡീസ് കോളേജാണ്. അല്ല, ലേഡീസ് കോളേജാണ്. നമ്മൾ ലേഡീസ് കോളേജിലേക്ക് ഈ 2 വാനരന്മാരെ കയറ്റാൻ പോവുകയാണ്. നമുക്ക് നോക്കാൻ കയറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. നുഴഞ്ഞു കയറ്റാനല്ല, നമ്മൾ പെർമിഷനോടെ തന്നെ കയറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. പുറകെ കാണുന്നതാണ് നാലാ ബ്രിഡ്ജ്. ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ ഏറ്റവും അടുക്കമുള്ള പോകുന്ന സ്ഥലമാണ്. അതിനകത്തൊക്കെ വീട് കഴിഞ്ഞാൽ നിങ്ങൾ 10 വർഷം പൊളിച്ചാൽ പോലും അതിൻ്റെ ഇത് പറപ്പിക്ക് പോപ്പാ, പറപ്പിക്ക് ഓടുന്ന തന്നെ ഭാഗ്യം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഡൽഹിയിൽ വരാൻ മെയിൻ കാര്യം ഇവളാണ് കേട്ടോ. ഇതാണ് മെർലിൻ, ഞങ്ങളുടെ ഫ്രണ്ടാണ്, എൻ്റെ ഇവൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ നമ്മൾ മിറിൻഡ ഹൗസ് ഇവളുടെ കോളേജ് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോളേജിലോട്ട് പോവാം. നിങ്ങൾക്ക് കോളേജിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇന്ത്യ നമ്പർ 1 കോളേജ് കാണാൻ നമുക്ക് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ അതിനെ പറ്റി വലുതായിട്ടൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കാണാം ഗൈസ്. വരും. അതിൽ നമ്മളിന്ന് കുറെ സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നടക്കുമെന്ന് നോക്കാം. നമുക്ക് ഗൈസ്, അപ്പോൾ ഇതാണ് അവളുടെ കോളേജ്. നമ്പർ 1 കോളേജിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്റെ സ്വന്തം കോളേജാണിത്. ഇവിടെ നിന്ന് നമ്മളിപ്പോ ഇവന്മാരകത്ത് കയറ്റാൻ പറ്റുമെന്ന് അകത്ത് പെർമിഷൻ ചോദിക്കാൻ പോവാണ്. പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് വേറെ സ്ഥലത്ത് പോകും, അല്ലെങ്കിൽ നമ്മൾ കോളേജിനകത്ത് കാണുന്നതായിരിക്കും. നീ പോയി സെറ്റ് ചെയ്തിട്ട് വാ, ചെല്ലേ. ഹായ് ഗൈസ്, നമ്മൾ അന്നേരം അവളുടെ കോളേജിനകത്ത് കയറാൻ പോവാ. അവിടെ എക്സാം നടന്നുകൊണ്ടിരിക്കുക, യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് അകത്ത് നടക്കുന്നില്ല, ജസ്റ്റ് ഫ്രണ്ട് ഭാഗം കണ്ടിട്ട് വരാം. നമുക്ക് അവിടുത്തെ ഗേറ്റ് വഴി വരാം. ഗൈസ്, ഇതാണ് ഇവളുടെ കോളേജ്. हेलो हाय, ये मेरा भाई है, दोनों मेरे भाई है। दोनों भाई है, एक कजन भाई एक भाई है, एक कजन भाई। हेलो भाई, हेलो वीडियो जय दोनों भाई भाई। ओके, हेलो भाई भाई भाई। और फेवरेट आंटी मारे। हां, ओके, थैंक यू। मिरांडा हाउस। नहीं बोला आंटी, एक बार बोलो वेलकम टू मिरांडा हाउस। ഇതാണ് നമ്മുടെ മിറാൻഡ ഹൗസ്. के सामने लाइब्रेरी, एडमिन, ऑफिस वर्क. ओके, जस्ट नीचे बॉटनी डिपार्टमेंट, फर्स्ट फ्लोर जियोलॉजी डिपार्टमेंट या केमिस्ट्री. ओके, थैंक्स. और बाकी ये बड़ा गार्डन, उसके उधर साइंस ब्लॉक में
आप लेट आए हो ना, आप 12 o'clock आते हो तो बेस्ट रहता। 12 o'clock. हाँ, क्योंकि एग्जाम ज़्यादा होता है, उस टाइम में फ्री होते हैं, आप आ सकते हो, एंटर कर सकते हो, विजिट कर सकते हो। पाम भी जाते हैं, कैंटीन भी जाते हैं, नेक्स्ट कैफे भी जाते हैं, सारे में विजिट हो जाता है। ഇറങ്ങാൻ പറ്റില്ല. നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ ഇവിടെ നിന്ന് പിരിയാം. പട്ടിയുടെ കടികൊള്ളല്ലേ ഒരു സുഖം കാണത്തില്ല. ഡൽഹിയിലൊക്കെ വന്ന് കുട്ടിയുടെ കടിയുണ്ടെന്ന് പറഞ്ഞു. പോവാം. അപ്പൊ നമുക്ക് ഫുൾ അകത്ത് കയറി കാണാനൊന്നും പറ്റിയില്ല. നമ്മള് നമ്മുടെ ഈ വ്ളോഗർമാരെ രാവിലെ എത്ര ഉച്ചോട്ടേ വിളിക്കുന്നു, വരൂ. നാളെ വന്നാൽ 12 മണിക്ക് വരണം. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ us. മൊത്തത്തിൽ ഇവിടെ നല്ല ചൂടാണ്. അപ്പൊ നമുക്ക് രാവിലെ വെയിൽ കാണാൻ നമുക്ക് പുറത്തിറങ്ങാനേ തോന്നത്തില്ല. ഇച്ചിരി വൈകിട്ട് വെയിലൊക്കെ താന്നിട്ട് പയ്യെ ഇറങ്ങാന്നുള്ള മൈൻഡിലായിരുന്നു. നമ്മൾ ഇനിയിപ്പോൾ നടന്നു പോകുന്നത് മെട്രോ സ്റ്റേഷനിലേക്കാണ്. നമ്മൾ 50 രൂപ റിക്ഷ വെറുതെ പോയെന്ന് വിചാരിക്കാം. എന്നാലും കോളേജിനകത്ത് ഇത്രയും കാണാൻ പറ്റില്ല. കാര്യം എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് സിസ്റ്റേഴ്സ് 2 പേര് വന്നിട്ട് അവർക്ക് കോളേജ് കയറി കാണാൻ പറ്റിയില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ 2 കുരങ്ങന്മാർ വന്നപ്പോൾ അവർക്ക് അതിനകത്ത് ഇത്രയും ഇന്ത്യയിൽ തന്നെ നമ്പർ 1 കോളേജിലേക്ക് വന്നപ്പോൾ അവർക്ക് അത്ര ആ ഒരു അകത്ത് ഒരു എൻട്രി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ കാര്യമാണ്. അതും ഗേൾസ് കോളേജിലേക്ക്. So they will be the lucky guys. ആൻറ്റി ഹിന്ദിയിൽ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇവിടെ 2-3 ഗാർഡൻസ് ഉണ്ട്. ഇവിടുത്തെ ഖൂബ്സൂരത് ലഡ്ക്യം, അതായത് സുന്ദരിയായ പെൺകുട്ടികൾ, എന്നെ പോലുള്ള സുന്ദരിയായ പെൺകുട്ടികളെ കാണുമ്പോൾ ഇവിടുത്തെ പൂക്കൾ നൃത്തമാടുമെന്നാണ് ആ പുള്ളിക്കാരി പറഞ്ഞത്. അതൊക്കെ മനസ്സിലാക്കണം ഗായ്സ്. കോളേജിന്റെ ബാക്ക് സൈഡിലാണ് ഈ മെട്രോ സ്റ്റേഷൻ ഉള്ളത്. ഇതാണ് വിശ്വവിദ്യാലയ മെട്രോ സ്റ്റേഷൻ. മിറാണ്ട ഹൗസിലെ നിയറസ്റ്റ് മെട്രോ സ്റ്റേഷനാണ്. നോർമലി നമ്മുടെ ഫ്ലാറ്റ് നമ്മൾ നിൽക്കുന്നത് വിജയനഗറിലാണ്. അത് നമ്മുടെ മലയാളി സ്റ്റുഡൻസ് ഏരിയ ആണ്. മലയാളി സ്റ്റുഡൻസ് ഏരിയ നടക്കത്തില്ല, സ്റ്റുഡൻസ് ഏരിയ ആണ്. മലയാളം ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് അവിടെ. അപ്പം നമ്മളിപ്പോ നമ്മുടെ കോളേജിന്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ വിശ്വവിദ്യാലയത്തിലേക്ക് വന്നു. ഇനി നമ്മള് ഗൈസ് അങ്ങനെ നമ്മൾ ഫോണിന്റെ ബാക്ക് കേസ് മാറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ വേളാങ്കണ്ണി പള്ളി കാണാൻ വേണ്ടി പോകും. അന്നേരം ഞങ്ങൾ മെട്രോ കാർഡ് ചാർജ് ചെയ്യുക. ഇപ്പൊ നമ്മളന്നേരം എങ്ങോട്ടാ പോണേ? വേളാങ്കണ്ണി പള്ളി. ഇവിടുത്തെ കാൻ മാർക്കറ്റ് വേളാങ്കണ്ണി പള്ളി. ഇവിടുത്തെ കാൻ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ മാർക്കറ്റാണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര റിച്ച് ആൾക്കാരുടെ മാർക്കറ്റാണ് അറിയപ്പെടുന്നത്. പക്ഷെ നമ്മൾ അവിടെ പോയി ഇരിച്ച് കാണാൻ അവിടെ ഒരു ഫ്ലവർ കട ഉണ്ട്. ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഗൈസ് നമ്മുടെ മെട്രോ താണ്ട് വരുന്നു. മെട്രോ നമ്മൾ കയറാൻ പോവുകയാണ്. നമ്മുടെ മെട്രോയിൽ അത്യാവശ്യം സീറ്റൊക്കെ ഉണ്ട്. നമ്മൾ നിൽക്കേണ്ട വരുമില്ല. കയറിയിരുന്നോ ഗൈസ്? വേഗം കയറിയിരുന്നോ? സീറ്റ് വന്നിട്ടാ. ലേഡീസ് ഉള്ളിൽ കയറിയിരിക്കരുത്. ഞാനിവിടെ ഓപ്പോസിറ്റ് കയറുതായിരുന്നു. അല്ലല്ല, എന്താ നമ്മുടെ സാറുമാർ ഡൽഹി മെട്രോയിൽ ഇതാ ഇങ്ങനെ കറങ്ങുകയാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് ഒരു ഹൈ ഡൽഹി മെട്രോയിലേക്ക് ഈ കടുത്ത ചൂടില് ഡൽഹി മെട്രോയിലെ എക്സ്പീരിയൻസ് എന്ന് പറയും. അതാണ് ഈ ഇവിടെ ഏകദേശം നമ്മുടെ ഡൽഹിയിൽ ഇപ്പോൾ 56 ഡിഗ്രി വരെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് നമ്മുടെ സാറുമാര് ഡൽഹി ഇറങ്ങാൻ വന്നത്. അപ്പൊ അത് ഞാൻ പറഞ്ഞിട്ട് സമ്മതിക്കണം. എനിക്ക് വേണ്ടി എന്റെ ചേട്ടന്മാർ ഇവിടെ വന്നപ്പോൾ എന്റെ മൈൻഡ് മെൽറ്റായി പോയി. നമ്മള് കാൻ മാർക്കറ്റിലെ വേളാങ്കണ്ണി പള്ളി പോവും. അത് കഴിഞ്ഞ് 2 മെയിൻ മോണുമെന്റ്സ് കാണാനാണ് നമ്മുടെ പ്ലാൻ. ഒന്ന് നമ്മുടെ കുത്തപ്പിനാറും പിന്നെ ഇന്ത്യ ഗേറ്റും. ഇന്ത്യ ഗേറ്റിൽ തന്നെ അമർ ജവാൻ ജ്യോതി ഉണ്ട്. പക്ഷെ അമർ ജവാൻ ജ്യോതി നമ്മൾ ലേറ്റ് ആയിട്ട് ചെല്ലുന്നതുകൊണ്ട് അകത്ത് എൻട്രി ഇല്ല. അതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പട്ടാളക്കാർക്ക് വേണ്ടി അതൊക്കെ അവിടെ ചെന്നിട്ടാ കഥ പറയാം. അവിടെ ചെന്നിട്ടാ കഥ പറയാൻ വലിയ രസം. കാൻ മാർക്കറ്റ് ഈ ഒരു ഏരിയ ആണ്. നമ്മുടെ എറണാകുളം ജൂയി സ്ട്രീറ്റിന്റെ ഒക്കെ ഒരു ലുക്കില്ലേ? നമ്മള് ഇവിടെ നിന്ന് അകത്തോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പോഷായിട്ടുള്ള ആ മാർക്കറ്റ് ഉള്ളത്. പക്ഷെ അവിടോട്ട് നമ്മൾ പോകുന്നില്ല. പോയി കഴിഞ്ഞില്ല, നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങില്ല. എന്നൊക്കെ അത്രയ്ക്ക് വലിയ മാർക്കറ്റാണത്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു അമ്പലം കാണാം. അമ്പലത്തിനപ്പുറത്ത് നമുക്ക് ഇനിയൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ കാൻ മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ. നോക്ക്. അപ്പം നമ്മളിതാ ഇവിടെ കാൻ മാർക്കറ്റിൽ ഇറങ്ങി നമ്മുടെ പള്ളിയിലേക്ക് നടക്കുക.
നമ്മൾ ഈ ചൂടിളം കാറ്റൊക്കെ ചൂടിളം കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്. സൺകിസ്റ്റ് കാണാനൊക്കുന്നില്ലേ? സൺകിസ്റ്റ് ഈ സൺകിസ്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് നമ്മുടെ കന്നറക്കൽ പള്ളിയിലേക്ക്. ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ട്. ഇവിടെ എന്താ ഫോണിന് കുറച്ച് സീനൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും തട്ടിപ്പറിച്ചുകൊണ്ട് പോവാം. അങ്ങനെയുള്ള ആ ഒരു ഈ ഇതുള്ള ഏരിയയാണ്. നമ്മൾ അത്ര റിസ്ക് എടുത്തിട്ടാണ്. നമുക്ക് ചൂടിളം കാട്ടിൽ കാർക്കുന്തലൊക്കെ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട്. നമ്മൾ പള്ളിയിലേക്ക് കയറാൻ പോവുകയാണ്. ഈ പള്ളിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്. ഇത് ഒരു തമിഴ്നാട്ടിലെ 2 ആൾക്കാർ വെച്ച പള്ളിയാണിത്. അവിടെ ഇതില്ല. എനിക്ക് വലിയ കാര്യമായിട്ട് ഹിസ്റ്ററി നടത്തില്ല, അറിയാവുന്ന കാര്യം പറഞ്ഞുതരാം. പിന്നെ ഇവിടെ ഒരു ട്രഡീഷൻ പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൗലില്ലേ, റുമാലിന് ഇവിടെ പറയും, കർച്ചീഫ്, അതിൽ ഒരു കോയിൻ കെട്ടി, എത്ര രൂപയുടെ കോയിൻ ആയാലും ഒരു കോയിൻ കെട്ടി നമ്മുടെ ആഗ്രഹം പറഞ്ഞ് ഇവിടുത്തെ കൊടിമരത്തിന് ചുറ്റും കെട്ടിയിട്ട് കഴിഞ്ഞാൽ ആ ആഗ്രഹം സാധിക്കും എന്നാണ് പറയുന്നത്. അത് ആഗ്രഹം സാധിക്കുന്ന ടൈമിൽ നമ്മൾ വന്നിട്ട് ഏതൊരു റുമാലാണോ ആ റുമാൽ വന്നിട്ട് അഴിച്ച് ആ നേർച്ച കൊണ്ട് മാതാവിൻ്റെ അടുക്കിയിട്ട് കൊടുക്കണം. ഇവിടെ മാതാവിന് ഇഷ്ടംപോലെ സ്വർണ്ണമൊക്കെ നേർച്ചയായിട്ട് കൊടുക്കും. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് മെഴുകുതിരി ഒരു കൂട് മെഴുകുതിരി വാങ്ങിക്കാം. എന്തായാലും ഇവിടെ വന്നേലേ, അപ്പോൾ ഒരു കൂട് മെഴുകുതിരി വാങ്ങിച്ച് നമ്മുടെ ആ ഒരു ട്രഡീഷൻ ചെയ്തിട്ട് പോവാം. നമ്മളപ്പോൾ പള്ളിയിലേക്ക് കയറി ചെല്ലുകയാണ്. ചെരുപ്പ് ഊരണോ അങ്ങനെ വല്ലതും ഉണ്ടോ? സോക്സ് ഇടാമോ? നമ്മളപ്പോൾ പള്ളിക്കകത്ത് ഇറങ്ങുമ്പോൾ പള്ളിക്കകത്ത് നമുക്ക് സൈലൻസ് വേണം. ജസ്റ്റ് ഒരു വീഡിയോ നമുക്ക് എടുക്കാം. പള്ളിക്കകത്ത് എന്താണുള്ളത് ബാക്കിയുണ്ട്. ഇതൊക്കെ സ്വർണത്തിന്റെ കിരീടമാണ് ഇരിക്കുന്നതൊക്കെ ഓർമ്മയുള്ളല്ലേ. അവിടെ ചെന്ന് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. ഇതാരാണ്? ഉണ്ണിയേശു. ഓക്കെ, ഇത് അന്തോണിയോസ് പുണ്യാണ്. കൂടെ ഉള്ളവരാണ്. ഇത് സെബസ്ത്യാനോസ് പുണ്യാണ്. നമ്മുടെ അത്തുങ്കൽ പള്ളിയിലെ ഫേമസ് ആയിട്ടുള്ള ആ പള്ളിയിൽ ഈ പുണ്യാണ്. മീഖായേൽ മാലാഖയില്ലേ, അതാണ്. ഇത് തോമസ് ലേഹ, ഇന്ത്യയിൽ ക്രിസ്തുമതം സ്ഥാപിച്ച പുള്ളിയാണെന്നാണ് പറയുന്നത്. ഇത് യൂദാശ്രീ. നമ്മൾ ഈ പറഞ്ഞ പത്രത്തിലൊക്കെ ഈ യൂദാശ്രീയോട് പ്രത്യേക തോന്നുന്നത് നമ്മുടെ ആഗ്രഹം സാധിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഫുള്ള് ലാസ്റ്റ് ടൈം ഞങ്ങൾ വന്നപ്പോൾ ഇതിനകത്ത് ഫുള്ള് മാതാവിന് നിറയെ പൈസയും നിറയെ ഇവിടെ സിൽവറൊക്കെ ചുറ്റിനോ അവരിപ്പോൾ എനിക്കൊന്ന് എടുത്ത് മാറ്റിയതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ ആഗ്രഹം പറഞ്ഞ തുവാല കെട്ടിയിടുന്ന പരിപാടി ഉണ്ടാവും. നമ്മുടെ തോലാട്ടി തന്നെ. ഇനി നിങ്ങൾക്ക് ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഇത് നോക്ക്, ഇത് 3 ഞങ്ങൾ നേരത്തെ കെട്ടതാണ്. ഇത് 3 നമ്മൾ വരുന്നത്. ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പിടിക്ക്, ഇത് ഓരോരുത്തരുടെ അടിച്ച് ഇതിനെ ഇങ്ങനെ മടക്കണം, ഓപ്പോസിറ്റ് മടക്കണം. എങ്ങനെ ഗായ്സ് അവർ നമ്മുടെ ആഗ്രഹം, നിങ്ങൾ പ്രാർത്ഥിച്ച ആഗ്രഹം പറഞ്ഞുകൊണ്ട് കേട്ടണേ. അപ്പോൾ അവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ സാധിക്കട്ടെ. നമുക്കും പ്രാർത്ഥിക്കാം. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന നമുക്കും പ്രാർത്ഥിക്കാം. അവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ സാധിക്കട്ടെ. നല്ലപോലെ പ്രാർത്ഥിച്ച്, ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗായ്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ട്രഡീഷൻ ഒരു കൾച്ചറിൻ്റെ ഭാഗമാകുന്ന പറഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. നമ്മളിപ്പോൾ ഏത് ജാതി അല്ലെങ്കിൽ ഏത് മതം ആയിക്കോട്ടെ, അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു ട്രഡീഷൻ കാണുമ്പോൾ ആ ഒരു ട്രഡീഷൻ ജസ്റ്റ് അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അമ്പലത്തിൽ ചെന്നാൽ, അല്ലെങ്കിൽ നമ്മളിവിടെ നിസാമുദ്ദീൻ ഓലയുണ്ട്, അത് പറഞ്ഞാൽ ദർഗ, അവിടെ മുസ്ലിംസിൻ്റെ ഇതാണ്. അവിടെ ഇതേപോലെ ഇങ്ങനെ നമ്മൾ ദർഗയിൽ ആ ഒരു ടോമ്പിൻ്റെ അവിടെ ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നമ്മളാണെങ്കിൽ നൂല് കെട്ടുന്നൊരിതുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതുപോലെ അക്ഷർധാം ടെമ്പിൾ, അവിടെയൊക്കെ നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അവരിതാ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആഗ്രഹം പറഞ്ഞുകൊണ്ട് നമുക്കും വിഷ് ചെയ്യാം.
അവളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ ഇരിക്കുന്ന തുവാലാണ്ടോ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആഗ്രഹം സാധിച്ച ആൾക്കാരുണ്ടല്ലോ, ആഗ്രഹം സാധിച്ച ആൾക്കാർ നമ്മുടെ അവർ വീണ്ടും ഇവിടെ തിരിച്ചു വന്നിട്ട് ആ കോയിൻ കെട്ടിയില്ലേ, അവർ കെട്ടിയ തുവാല തന്നെ ആവണമെന്നില്ല, വേറൊരാൾ കെട്ടിയ റുമാൽ അഴിച്ച് അഴിച്ച് മാറ്റിയിട്ട് ആ റുമാൽ ഇവിടെ വെച്ചിട്ട് ആ നേർച്ച കൊണ്ടിട്ട് നമ്മുടെ പള്ളിയിലിടും. അതാണ് ഇവിടുത്തെ ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു ഐതിഹ്യം അങ്ങനെയാണ് പറയുന്നത്. അത് ഇന്നത്തെ ആയിരിക്കണമെന്നില്ല, കുറേ ദിവസത്തെ ആയിരിക്കണം, അതെനിക്കറിയില്ല. ഇത്രയും ഇങ്ങനെ അഴിച്ചു കൊണ്ട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആഗ്രഹം സാധിച്ചതാണ് അങ്ങനെ വെക്കുന്നത്. അപ്പം നമുക്ക് റിയൽ വേളാങ്കണ്ണി പള്ളി കാണാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ നോർത്തിലെ വേളാങ്കണ്ണി പള്ളി കാണാൻ പറ്റി. ഇനി നമ്മൾ മെഴുകുതിരെത്തിക്കാം. ഡൽഹിയിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇങ്ങനത്തെ ഈ സ്ട്രീറ്റ് ഫുഡ്. ഗൈസ്, നമ്മൾ ഇവിടുന്ന് അന്നേരം കുത്തബ് മിനാറിലോട്ട് അടുത്ത് പോകുന്നത്. ഇവിടുന്ന് മെട്രോ പിടിച്ച് ഒരു 10-23 മിനിറ്റ് ഉണ്ടല്ലോടാ. ഒരു 30-35 മിനിറ്റിനുള്ളിൽ നമ്മൾ കുത്തബ് മിനാറിൽ മെട്രോ സ്റ്റേഷനിൽ എത്തും. അവിടെ നിന്ന് ഒരു 10-20 മിനിറ്റ് റിക്ഷ. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. ഗൈസ്, നമ്മളങ്ങനെ കുത്തബ് മിനാർ പോകാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോറിക്ഷയ്ക്കകത്ത് വന്നിരിക്കുക. സവാരിയും കൂടെ ലേറ്റ് ബയ്യ വരാനാണ് വില പേശി 50 രൂപ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് 20 രൂപ സവാരിയാണ്. നോർമലി എത്ര ഉണ്ട് റേറ്റ്? അപ്പൊ നമ്മള് എത്ര 3 ആൾക്ക് 50 പറഞ്ഞു എടുത്തു. ഇനി 2 ആളെയും കൂടെ അയാൾ ഏത് ആണ്ടിൽ കൊണ്ടുവരുമെന്ന് നമുക്കറിയില്ല. അപ്പുറം പെൺകുട്ടി നമ്മുടെ കൂടെ വന്ന് ചേർന്നോണ്ട് വിഷ്ണുവിനെ ഫ്രണ്ടിൽ ഇരുത്തി നമ്മുടെ വിഷ്ണു കഷ്ടപ്പെട്ടതാ ആ പയ്യനെ കെട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. വിഷ്ണു പേടിച്ചാണ് ഇരിക്കുന്നത്. Such a beautiful view. നോക്കിയടാ, സീനല്ലേ. ഞാൻ പറഞ്ഞു ഇതിന്റെ ടോപ്പിന്റെ പ്രത്യേകത കണ്ടോ?